ആയുഷ്മാൻ ഇൻഷുറൻസ് കാർഡ് 5 ലക്ഷം രൂപ പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഇൻഷുറൻസ് കാർഡ് നിലവിൽ ഒരുപാട് പരാതികൾ നേരിടുന്നുണ്ടെങ്കിലും അതിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും പുതിയ കാർഡ് എങ്ങനെയാണ് നേടിയെടുക്കുക എന്നതും ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അത് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ആയുഷ്മാൻ ഭാരത് കാർഡിലൂടെ 5 ലക്ഷം രൂപ വരെയാണ് ചികിത്സാ ധനസഹായമായി നൽകുന്നത്. നിലവിലിപ്പോൾ 1.5 ലക്ഷം രൂപ അതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് ആക്സിഡന്റ് ധനസഹായമാണ്. പെട്ടെന്നുണ്ടാവുന്ന ഒരു ആക്സിഡന്റിന് 1.5 ലക്ഷം രൂപ വരെയുള്ള ധനസഹായവും കാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് കാർഡ് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്കീമാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡിൽ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ആയുഷ്മാൻ ഭാരത് കാർഡ് നിങ്ങളുടെ കൈവശമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഫ്രീ ചികിത്സ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഒരു നല്ല സ്കീമാണിത്. നിങ്ങൾ ഇതിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഒരു വ്യക്തിയുടെ പേര് അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടെ വാട്സപ്പ് ചാനലിൽ കൂടി ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആദ്യം ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് കിട്ടും. ഈ ഇൻ്റർഫേസിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ ആ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ കാണാം. ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്യാപ്ച അടിച്ചിട്ട് ലോഗിൻ ആവുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ കൺഫേം ചെയ്യുകയാണ്. ലൊക്കേഷൻ കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് കാണാൻ കഴിയും. ഇവിടെ സ്കീം എന്ന് കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് PMJAY എന്ന് സെലക്ട് ചെയ്യണം. ബാക്കി നമ്മുടെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ സാധാരണയായി നമ്മൾ എവിടെയും ഫിൽ ചെയ്യുന്ന പോലെ തന്നെ കോമൺ ആയിട്ട് ഫിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ PMAJY എന്ന് എന്തെങ്കിലും ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഫാമിലി ID ഉണ്ടെങ്കിൽ ഫാമിലി ID സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് നമ്പർ കൊടുത്താലും മതിയാവും. നമുക്ക് ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്യാം. നമ്മൾ ആധാർ കാർഡ് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യണം. എന്നിട്ട് ക്യാപ്ച എൻ്റർ ചെയ്യാം. സെർച്ച് കൊടുക്കുക. ഇവിടെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിക്കും. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തതാണെങ്കിലും ചെയ്യാത്തതിൽ ഇവിടെ റെഡ് മാർക്ക് ഉണ്ടാവും. അവിടെ ഡു EKYC എന്ന് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സാധാരണ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യാത്തതോ അല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കുന്നതോ ആയ ആൾക്കാരുടെ അവിടെ മാത്രമേ ഈ ഡു EKYC എന്ന ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. സോ നിങ്ങളത് ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചതിന് ശേഷം ഡു EKYC എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഫർദർ സ്റ്റെപ്പുകളിലേക്ക് മൂവ് ആവുക. പഴയത് നോക്കണ്ട. നിങ്ങളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇതിൽ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ആ ആധാർ കാർഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുക. ആധാർ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആധാർ OTP ഇവിടെ എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കവിടെ വെരിഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ വെരിഫൈയിൽ കൊടുക്കുക. വെരിഫൈയിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് മൊബൈൽ നമ്പറിലേക്കാണോ അതിലേക്കാണ് അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് വരിക. ഇതുപോലുള്ള കുറച്ച് ഡീറ്റെയിലിംഗ് കാണിക്കും. അവിടെ ക്ലിക്ക് ആൻഡ് എഗ്രി കൊടുക്കുക. അത് മീൻസ് അലോ കൊടുക്കുക. നമുക്കിവിടെ ആധാർ OTP സെൻഡ് ആയിട്ടുണ്ടാവും. അത് ആധാർ OTP നമ്മളിവിടെ എൻ്റർ ചെയ്യണം. നമ്മളിവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ബെനിഫിഷ്യറി മൊബൈൽ OTPയും വരുന്നതായിരിക്കും. അവിടെ ബെനിഫിഷ്യറി മൊബൈൽ OTP എൻ്റർ ചെയ്യുക.
ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലൈവായിട്ട് എടുക്കേണ്ട ഫോട്ടോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലൈവ് ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. നമ്മളതൊന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ആ ബേസിക് ഡീറ്റെയിൽസ് തെറ്റാതെ തന്നെ അടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം പൂരിപ്പിക്കുക. ഇവിടെ നമ്മൾ റൂറൽ ഏരിയയിലാണോ അർബൻ ആണോ താമസിക്കുന്നത് സെലക്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളെ ഫില്ല് ചെയ്യാനുള്ളൂ. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അലവ് കൊടുക്കുമ്പോൾ തന്നെ സബ്മിറ്റ് ആവുന്നതായിരിക്കും. സബ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റുള്ള ആ പേജിലേക്ക് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പേജിൽ നിന്ന് നമ്മുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. കാർഡ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലുകളിലും മറ്റും കൊടുത്ത് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ വരുമ്പോൾ ഡു EKYC എന്നുള്ള കാര്യത്തിൽ മാറ്റം വന്നിട്ട് EKYC കംപ്ലീറ്റഡ് എന്നുള്ള ലെവലിലാണ് കാണിക്കുക. അവിടെ നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ധനസഹായമെല്ലാം കിട്ടുന്നതായിരിക്കും. താങ്ക് യു.